guys, it's me Parvati and my YouTube channel is Music Life Beats. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗാണ്. ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ പോകണം. പിന്നെ ഗൈസ് ഇന്ന് എൻ്റെ മൂക്കുത്തി ഇടണേൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഞാൻ പെർഫ്യൂം അടിക്കാൻ മറന്നുപോയി. ഞാൻ എവിടേക്ക് പോയാലും പെർഫ്യൂം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെർഫ്യൂം ഭയങ്കര ഒരു ഹരമാണെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ചേരൂരുള്ള കാമിയോ ഡിസൈൻസിലേക്കാണ്. എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം. അതുകൊണ്ട് ഞാനും അമ്മയും ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കാമിയോ ഡിസൈൻസ് എത്തി ഗൈസ്. ഇവിടെയാണ് ആ സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഗൈസ്. അപ്പോൾ എനിക്ക് ചൂടെടുക്കാത്ത തരത്തിലുള്ള ഒരു ഡ്രസ്സ് വേണം. ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ഇതേപോലത്തെയാണ്. ഞാൻ ഫോട്ടോ കൊടുക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇടാനാണ്. പ്രോഗ്രാം ഏതാണെന്നൊക്കെ വരും വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഈ രണ്ട് മെറ്റീരിയൽസ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പിങ്കാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പച്ചയുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെയൊക്കെ സെറ്റായതിനു ശേഷം അമ്മ അവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഡ്രസ്സ് എടുക്കുമോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അമ്മ ഡ്രസ്സ് എടുക്കില്ല എന്നാണ് പറഞ്ഞ് ഇറങ്ങാറ് എപ്പോഴും ക്യാമിയോയിൽ വരുമ്പോൾ. പക്ഷെ എപ്പോഴും അമ്മ എടുക്കും. അങ്ങനെ അമ്മ എടുത്തു ഗൈസ്. ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് കുറേ നേരമായിരുന്നു. അതിനുശേഷം അളവെടുക്കാൻ ആൾ വന്നു. അപ്പോൾ എൻ്റെ അളവെടുത്തു. നിങ്ങൾക്ക് ഇതേപോലെ വല്ല ഡ്രസ്സും തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. നല്ല കടയാണ്. എൻ്റെയും അമ്മയുടെയും കുറേ ഡ്രസ്സുകൾ ഇവിടെ തയ്ച്ചിട്ടുണ്ട്. കുറേ അല്ല, ഒരു 2-3-4 എണ്ണം എൻ്റെ അമ്മയുടെ കുറേ തയ്ച്ചിട്ടുണ്ട്. ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ നല്ല അടിപൊളി കടയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസേട്ടൻ സിനിമ കമ്പനി, തൃശ്ശൂരിലുള്ളതാണ്. ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് അങ്ങനെ കുറേ കടകൾ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒരു കട കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ളൊരു സിനിമാമയാണ് കേട്ടോ ഗൈസ്. ഫുള്ള് മോഹൻലാൽ, മഞ്ജു വാര്യർ, ശോഭന, അങ്ങനെ പറയാത്ത വിധം എല്ലാ നടന്മാരുടെയും നടികളുടെയും ഫോട്ടോസ് അവിടെ ഉണ്ട്. പിന്നെ കുറേ സിംഗേഴ്സിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഫുള്ളൊരു സിനിമാമയാണ് കേട്ടോ. പിന്നെ ടേബിളിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സിനിമയിൽ വയ്ക്കുന്ന ഒരു ടേക്ക് തന്നെ കൊണ്ട് വച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ താഴെയിട്ട് വേറെ കുറേ സിനിമാസ് തന്നിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് ഗെസ് ചെയ്യാൻ പറയുന്നത്, പിന്നെ ഗെസ് ദ സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ളൊരു സിനിമാമയായിരുന്നു. കുറേ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഉസ്താദ് ഹോട്ടൽ, കിരീടം, ചെങ്കോല്, ഒപ്പം, ആ സംഭവങ്ങളൊക്കെ കുറേ അങ്ങനെ ഫുള്ളൊരു സിനിമ സെറ്റപ്പ് ആൻഡ് സിനിമാമയായിരുന്നു. പിന്നെ അവിടുത്തെ ചില ഡിഷുകളുടെ പേര് വരെ ചില സിനിമയുടെ പേരാണ് കേട്ടോ. ആറാം തമ്പുരാൻ, മല്ലൂസിൻ, ആ സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫുഡ് നല്ല ഇഷ്ടമായിരുന്നു. അമ്മ ഊണാണ് പറഞ്ഞത്, നോൺ വെജ് മീൽസ്. ഞാൻ പ്രോൺസ് ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്ക് പ്രോൺസ് ഭയങ്കര ജീവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് വെച്ചാൽ അറിയാം. നോർമൽ ചിക്കൻ ബിരിയാണി മേടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു തവണ ട്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു മട്ടൺ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരണവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.